ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ന്യൂസിലൻഡിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വരുന്ന വലിയൊരു കട, അതായത് പാക്ക് ആൻഡ് സേവ് എന്ന് പറയുന്ന കടയിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ശരിക്കും വലിയൊരു സൂപ്പർ മാർക്കറ്റ്, ഇവിടെ സാധാരണക്കാർക്കുടെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് ഈ പാക്ക് ആൻഡ് സേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാക്ക് ആൻഡ് സേവിൽ വിശേഷം. നമ്മൾ പാക്ക് ആൻഡ് സേവിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ്. നമ്മൾ ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ന്യൂസിലൻഡിൽ പാക്ക് ആൻഡ് സേവ് എന്ന കടയുടെ അകത്തേക്ക് കിടന്നു. തുടക്കം തന്നെ പച്ചക്കറി സെക്ഷനാണ്. ഇതാണ് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ വരുന്നത്. ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെയാണ്. സാധാരണ ന്യൂസിലൻഡിലുള്ള ആൾക്കാർ എല്ലാം വന്ന് വാങ്ങുന്നത് ഈ പാക്ക് ആൻഡ് സേവിൽ നിന്നാണ്. പാക്ക് ആൻഡ് സേവിൽ പൊതുവെ വില കുറവാണ്. ഒരു പരിധിവരെ എല്ലാത്തരം ഐറ്റവും നമുക്ക് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ലെങ്കിൽ പച്ചക്കറി ഐറ്റംസ് എല്ലാം തന്നെ നല്ല ഫ്രഷ് സാധനമായിരിക്കും എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. ന്യൂസിലൻഡിലെ എല്ലാ സാധനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ഫ്രഷ് സാധനങ്ങളാണ്. പഴമാണെങ്കിൽ റോബസ്റ്റ പഴം മാത്രമാണ് ഇവിടെ കിട്ടുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. നല്ല ഫ്രഷ് പഴങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാനും മറക്കരുത്. ലാമ്പിൻ്റെ ഇറച്ചിയാണ് ഈ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഇതിൽ കൂടെ നടന്ന് ട്രോളി തള്ളി എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോവാം. എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റവും ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൂടെ നമുക്ക് പോയി എടുത്തെടുത്ത് പോകാൻ പറ്റും. ബീഫിൻ്റെ സെക്ഷനാണിത്. ബീഫ് ഇറച്ചി ഇവരിങ്ങനെ സ്ലൈഡായിട്ട് ഇങ്ങനെ മുറിച്ച് ഓരോ ഇത്ര കിലോഗ്രാം എന്ന രീതിയിൽ അതിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. എല്ലാത്തരം ഇറച്ചിയും അതേപോലെ മീനും എല്ലാം തന്നെ ഇവരിങ്ങനെ പാക്ക് ചെയ്ത് മുറിച്ച് നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് ഒരു നല്ല ക്ലീനായിട്ടാണ്. ഒരു മാസമല്ല 2 ആഴ്ചത്തേക്കുള്ളതൊക്കെ സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ. ഓരോ സെക്ഷനിൽ കൂടെ ഇങ്ങനെ പോയി നമ്മൾ സാധനങ്ങൾ പറിക്കും. ഇതിപ്പോൾ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ, അതേപോലെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പുസ്തകങ്ങൾ, ബുക്കുകൾ. ഇവിടെ പുസ്തകങ്ങളും ബുക്കിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ നോക്കി ഇങ്ങനെയുള്ള ഒരു സാധാ ബുക്കിൻ്റെ വിലയാണ് $3 അടുത്താണ് വരുന്നത്. വരയിട്ടേക്കുന്ന പേജിൻ്റെ ബുക്ക് ഇത്രയുള്ളത്. എൻ്റെ അമ്മോ, ഭയങ്കര വിലയാണ്. അതായത് ഒരു 150 രൂപയുടെ അടുത്ത് വില വരും ഈ ഒരു ബുക്കിന്. ഈ ചെറിയൊരു ബുക്കിന് 150 രൂപയുടെ അടുത്ത് വില വരും. ഇങ്ങനെ ഇഷ്ടംപോലെ സെക്ഷനുകളുണ്ട് ഇവിടെ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോ ട്രാക്കിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതിൻ്റെ പുറയിലാണ് ഈ കാണും ഫ്രീസർ ഐറ്റംസ്, ഐസ്ക്രീം ഐറ്റംസ് ഒക്കെയാണ് ഇതിൻ്റെ പുറയിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ന്യൂസിലൻഡിലെ സാധനങ്ങൾ മേടിക്കുന്നത്. ഇതേപോലെ പാക്ക് ആൻഡ് സേവിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഇതേപോലെ സാധനങ്ങൾ മേടിക്കുന്നത്, ഇതേപോലത്തെ കടയിൽ നിന്നാണ്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.